അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കളായിരുന്ന തടിക്കുളങ്ങര ജോർജ് ജേക്കബ് സഹോദരങ്ങളുടെ 32ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. തലമുറ കൈമാറി ഞങ്ങൾ കൈമാറി തലമുറ കൈമാറി ഞങ്ങൾ സൂക്ഷിക്കും ജോർജ് നേതാവ് ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യാങ്കോട് ചീനിമുക്കിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി KG എൽദോ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് ഇതുപോലെ ആളുകളെ വകവരുത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്നുള്ള പ്രത്യയശാസ്ത്രം, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പോലെ മറ്റൊന്നുമില്ല. ലോകത്ത് ഏറ്റവും വലിയ അധികം ആളുകൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാർക്സിസ്റ്റുകാര്, കമ്മ്യൂണിസ്റ്റുകാര് നാട്ടിലുടനീളം, ലോകത്തുടനീളം നടത്തിയിട്ടുള്ള അറംകൊലയുടെ ഭാഗമായിട്ടാണ്. അയലൂരിലും അതുപോലെ തന്നെയായിരുന്നു. പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും തേജസ്സുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ തൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ചുരുങ്ങിയ കാലം കൊണ്ട് ജാതിമത ചിന്തകൾക്കപ്പുറത്ത് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ, തൊഴിലാളികളെ, കർഷക തൊഴിലാളികളെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഈ നാടിൻ്റെ ഒരു വലിയ തുടുപ്പായി മാറിയ പ്രിയപ്പെട്ട ജോർജ് ചേട്ടൻ നാളെയുടെ നാളുകളിൽ പാലക്കാട് ജില്ലയിലും കേരളത്തിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ രാഷ്ട്രീയ ബാധ്യതയാവുമെന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണ് ഇരുട്ടിന്റെ മറവിൽ കടാരയുടെ പുറത്ത് ഈ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന്റെ സഹോദരനെയും ഇല്ലായ്മ ചെയ്തത്. തുടർന്ന് എത്രയോ കൊലപാതകങ്ങൾ, എത്രയോ രാഷ്ട്രീയ വേട്ടകൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് SM ഷാജഹാൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി M പത്മഗിരീശൻ, DCC എക്സിക്യൂട്ടീവ് അംഗം പ്രദീപ് നെന്മാറ, KV ഗോപാലകൃഷ്ണൻ, K കുഞ്ഞൻ, R വേലായുധൻ, KN വേലായുധൻ, സോബി ബെന്നി, ഗീതാ രാജേന്ദ്രൻ, ബാബു തോമസ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.